കോട്ടയം കോടിമതയിൽ ബാറിന് മുന്നിൽ യുവാവ് ബാർ ജീവനക്കാരൻ്റെ നേതൃത്വത്തിൽ ക്രൂരമർദ്ദനം. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ബാർ ജീവനക്കാരൻ രാജ് കിരൺ, സുഹൃത്തുക്കളായ നന്ദു, സനുരാജ്, നിതിൻ എന്നിവർ ചേർന്ന് 16 ചിറ സ്വദേശിയായ യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നത്. വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണോ? CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത് അല്ലേ? കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു യുവാവിനെ ഒരുപറ്റം ആളുകൾ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന അതിക്രൂരമായ രംഗങ്ങളാണ് ഈ CCTVയിലുള്ളത്. 16 ചിറ സ്വദേശിയായിട്ടുള്ള യുവാവ് കോട്ടയം കോടിമതയിലുള്ള ഒരു ബാറിൽ ആദ്യം എത്തുന്നു. അവിടെ എത്തിയപ്പോൾ ബാർ ജീവനക്കാരനുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. ബാർ ജീവനക്കാരനെ ഈ യുവാവ് പിടിച്ചു തള്ളി എന്നുള്ളതാണ് ആരോപണം. ഇതിനു പിന്നാലെ ആ യുവാവ് അവിടെ നിന്നും പുറത്തേക്ക് പോയി തൊട്ടടുത്തുള്ള മറ്റൊരു ബിയർ ആൻഡ് വൈൻ പാർലറിൽ കയറുകയും അവിടെ നിൽക്കുമ്പോഴാണ് ഈ ബാർ ജീവനക്കാരനായിട്ടുള്ള രാജ് കിരണ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നന്ദു, സനുരാജ്, നിതിൻ എന്നിവർ ചേർന്ന് സംഘടിതമായി എത്തി ഈ തൊട്ടടുത്ത ബിയർ ആൻഡ് വൈൻ പാർലറിൽ നിൽക്കുകയായിരുന്ന ഈ 16 ചിറ സ്വദേശിയായിട്ടുള്ള യുവാവിനെ മുഖത്തടിക്കുന്ന രംഗം ആദ്യം പുറത്തു വന്നത്. പിന്നാലെ ഇവർ 4 പേരും കൂടി ചേർന്ന് അതിക്രൂരമായി ഈ യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മർദ്ദനമേറ്റ 16 ചിറ സ്വദേശിയായിട്ടുള്ള യുവാവിനെതിരെയും ചിങ്ങവനം പോലീസ് ജാമ്യം ഉള്ള വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങളിലൂടെ വെളിവാകുന്നത് ഒരു സംഘം ആളുകൾ ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതാണ്. ഈ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു ഈ ബാർ ജീവനക്കാരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിന്നീടെത്തി മറ്റൊരു ബിയർ പാർലറിൽ നിന്ന് യുവാവിനെ പിടിച്ച് പുറത്തിറക്കി മർദ്ദിക്കുന്നത് അല്ലേ? ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ബാർ ജീവനക്കാരനെ ഈ യുവാവ് മർദ്ദിച്ചു അല്ലെങ്കിൽ പിടിച്ചു തള്ളി എന്ന് പറയുന്ന CCTV ദൃശ്യങ്ങൾ ഒരിടത്തും പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും കോട്ടയത്തെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ബാറാണ് കോടിമാതയിലുള്ളത്. അതായത് ആ ബാറിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ഈ യുവാവിനെ മർദ്ദിക്കുന്നത്. ഈ യുവാവ് ബാർ ജീവനക്കാരനെ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുകയോ ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ബാറിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ യുവാവിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും പ്രകോപനപരമായ കാര്യങ്ങൾ ഉണ്ടായോ എന്ന് വ്യക്തമാവും. എന്നാൽ അത്തരത്തിൽ പ്രകോപനപരമായ കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ അതിക്രൂരമായ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ രാജ് കിരൺ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. കേസിൽ ഒളിവിൽ പോയ ചില ആളുകളുണ്ട്. നിതിൻ ഒഴികെയുള്ള പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അജിംഷാദ്. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബാർ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള ക്രൂരമർദ്ദനം അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കമാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്.